രാവിലെ അലാറം മുഴങ്ങുമ്പോൾ കണ്ണുകൾ തുറക്കാൻ പോലുമുള്ള ഒരു തരം ഭാരം. പുറത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാകും, വെളിച്ചം ജനാലയിലൂടെ മുറിയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടാകും. പക്ഷെ ഉള്ളിലെവിടെയോ ഒരു ഇരുട്ട് മാത്രം. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശരീരം അനുവദിക്കുന്നില്ല. എത്ര ഉറങ്ങിയാലും തീരാത്ത ഒരു ക്ഷീണം. ഒരു ദിവസം കൂടി തുടങ്ങുകയാണല്ലോ എന്ന ചിന്ത തന്നെ വല്ലാത്തൊരു ഭാരമായി മാറുന്നു. ഇതൊരു ശാരീരികമായ തളർച്ചയല്ല. മണിക്കൂറുകളോളം നമ്മൾ വിശ്രമിച്ചു, ഉറങ്ങി, എന്നിട്ടും എന്തിനാണീ തളർച്ച? ഇത് ശരീരത്തിന്റെ ക്ഷീണമല്ല, മറിച്ച് മനസ്സിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ജീവന്റെ തന്നെ ക്ഷീണമാണ്. ഒരുതരം ശൂന്യത. എന്തു ചെയ്താലും ഒരു സന്തോഷവുമില്ല. ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. ഫോണിലെ സ്ക്രീനിൽ വിരലോടിച്ച് ലക്ഷ്യമില്ലാതെ മണിക്കൂറുകൾ കളയുമ്പോൾ പോലും ഉള്ളിലെ മടുപ്പ് മാറുന്നില്ല. എല്ലാം അവസാനിച്ചതുപോലെ, അല്ലെങ്കിൽ ഇനിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതുപോലെയുള്ള ഒരു മരവിപ്പ്. ജീവിതം വെറുമൊരു ഒഴുക്കായി മാറിയിരിക്കുന്നു. നമ്മളതിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു കരിയിലയെപ്പോലെ. ഈ അവസ്ഥയിലൂടെ കടന്നുപോകാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും ചിരിക്കുന്നു, ഓടുന്നു, പുതിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. എന്നാൽ നമ്മൾ മാത്രം എവിടെയോ കുടുങ്ങിക്കിടക്കുന്നതുപോലെ. ഒരു ചുവടുപോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. സ്വപ്നങ്ങളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും നമ്മെ ഉണർത്തുന്നില്ല. എപ്പോഴാണ് ഈ മാറ്റം സംഭവിച്ചത്? കുട്ടിക്കാലത്ത് ഒരു പുതിയ ദിവസം തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ആ ആകാംക്ഷയും ഊർജവും എവിടേക്കാണ് മറഞ്ഞത്? അന്ന് മഴ പെയ്യുന്നത് കാണാൻ, പുതിയൊരു കളിപ്പാട്ടം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ കൂട്ടുകാരുമായി സംസാരിക്കാൻ എത്രമാത്രം ഊർജമായിരുന്നു. ഇന്ന് ആ വലിയ സന്തോഷങ്ങളൊന്നും വേണ്ട. വെറുമൊന്ന് സമാധാനത്തോടെ, ഉന്മേഷത്തോടെ ഒരു ദിവസം തുടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചു പോകുന്നു. ഈ മടുപ്പ് ഒരു ദിവസം പെട്ടെന്ന് ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. നമ്മൾ അറിയാതെ നമ്മുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ, ചിന്തകളിലൂടെ നമ്മൾ തന്നെ വളർത്തിയെടുത്ത ഒരു ഇരുമ്പ് മറയാണത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടി വിശ്രമിച്ചാൽ ഈ മടുപ്പ് മാറുമെന്നാണ്. ഒരവധിയെടുത്ത് വീട്ടിലിരുന്നാൽ, അല്ലെങ്കിൽ സിനിമ കണ്ടാൽ ഈ ക്ഷീണം മാറുമെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറിച്ചാണ്. കൂടുതൽ വിശ്രമിക്കും തോറും നമ്മൾ കൂടുതൽ മടിയന്മാരാകുന്നു. കാരണം നമ്മുടെ ശരീരം വിശ്രമിക്കുമ്പോഴും മനസ്സൊരിക്കലും വിശ്രമിക്കുന്നില്ല. അത് ഭൂതകാലത്തിലെ സങ്കടങ്ങളിലൂടെയും ഭാവിയിലെ ഉത്കണ്ഠകളിലൂടെയും നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ചിന്തകൾ ഒരേ സമയം മനസ്സിലൂടെ കടന്നുപോകുമ്പോൾ ആ ചിന്തകളുടെ ഭാരം താങ്ങാനാവാതെയാണ് മനസ്സ് തളരുന്നത്. നിങ്ങളുടെ ഫോണിൽ ഒരേ സമയം 10ഓ 20ഓ ആപ്പുകൾ തുറന്നുവെച്ചാൽ ആ ഫോണിന്റെ ബാറ്ററി എത്ര വേഗത്തിലാണ് തീർന്നു പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോൺ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന ആപ്പുകൾ അതിന്റെ ഊർജം വലിച്ചെടുക്കുന്നു. ഇതുതന്നെയാണ് നമ്മുടെ മനസ്സിനും സംഭവിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ ഉള്ളിൽ നമ്മൾ കഴിഞ്ഞുപോയ ഒരു തർക്കത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് അതികഠിനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അനാവശ്യ ചിന്തകളാണ് നമ്മുടെ ഊർജത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്നും പുറത്തുകടക്കാൻ വലിയ മാന്ത്രിക വിദ്യകളുടെയൊന്നും ആവശ്യമില്ല. വളരെ ലളിതമായ, എന്നാൽ അത്യന്തം സ്വാധീനമുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നഷ്ടപ്പെട്ട ആ ഊർജം നമുക്ക് തിരികെ പിടിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ പ്രകാശം വീണ്ടും തെളിയുന്നതായി നിങ്ങൾക്ക് കാണാം. അതിനായി നാം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളിൽ ആദ്യത്തേത്, നമ്മുടെ ഊർജം എവിടേക്കാണ് ചോർന്നു പോകുന്നത് എന്ന് കണ്ടെത്തുകയാണ്. ഒരു പാത്രത്തിൽ ദ്വാരമുണ്ടെങ്കിൽ അതിൽ എത്ര വെള്ളം നിറച്ചാലും അത് ഒഴിഞ്ഞുപോകും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഒരു വലിയ ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെയാണ് നമ്മുടെ സന്തോഷവും ഉന്മേഷവും ചോർന്നുപോകുന്നത്. ഈ ചോർച്ച അടയ്ക്കുക എന്നതാണ് ആദ്യത്തെ പടി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജ്ജച്ചോർച്ച സംഭവിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് നമ്മുടെ ശ്രദ്ധ, അല്ലെങ്കിൽ ഫോക്കസ് എവിടെയാണോ അവിടെയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മത്സരിക്കുന്ന ഒരു ലോകത്താണ്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഫോണിലെ സ്ക്രീനുകളിൽ, സോഷ്യൽ മീഡിയയിലെ അനന്തമായ സ്ക്രോളിങ്ങുകളിൽ നാം നമ്മെ തന്നെ മറക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ കണ്ട് നമ്മുടെ ജീവിതവുമായി അതിനെ താരതമ്യം ചെയ്ത് നാം സ്വയം സങ്കടപ്പെടുന്നു. അവരെത്ര സന്തോഷത്തിലാണ്, അവർക്കെന്ത് നല്ല ജീവിതമാണ്, എനിക്ക് മാത്രം ഇതൊന്നും ഇല്ലല്ലോ എന്ന ചിന്ത നമ്മെ കാർന്നു തിന്നുന്നു. യഥാർത്ഥത്തിൽ ഈ താരതമ്യപ്പെടുത്തലാണ് നമ്മുടെ ആദ്യത്തെ ശത്രു. മറ്റൊരാളുടെ പുറമേ കാണുന്ന തിളക്കവും നമ്മുടെ ഉള്ളിലെ ഇരുട്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നാം പരാജയപ്പെടുന്നു. ഈ നിരന്തരമായ തോൽവിബോധം നമ്മെ കൂടുതൽ മടുപ്പിലേക്ക് തള്ളിവിടുന്നു. അതിനാൽ നിങ്ങളുടെ എനർജി തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം,
ഈ അനാവശ്യമായ താരതമ്യങ്ങളും ഇൻഫർമേഷൻ ഓവർലോഡും അവസാനിപ്പിക്കുക എന്നതാണ്. ഇതിനെ നമുക്ക് മനസ്സിന്റെ ശുദ്ധീകരണമെന്ന് പറയാം. രാവിലെ എഴുന്നേറ്റയുടൻ ഫോൺ എടുക്കുന്ന ശീലമൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്തെ മുഴുവൻ പ്രശ്നങ്ങളും, മറ്റുള്ളവരുടെ നേട്ടങ്ങളും, അനാവശ്യമായ വാർത്തകളും ഒറ്റയടിക്ക് നമ്മുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കുകയാണ് നാം ചെയ്യുന്നത്. ദിവസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സ് ക്ഷീണിക്കുന്നു. ഇത് മാറ്റിയെടുക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ആദ്യത്തെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുക. പുറത്തെ വെളിച്ചം കാണുക. പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേൾക്കുക. ഒരുപക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ലളിതമായ കാര്യങ്ങളാണല്ലോ എന്ന് തോന്നിയേക്കാം. എന്നാൽ ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ദിവസത്തിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും. രാവിലെ ഉണരുമ്പോൾ മനസ്സിന് നൽകുന്ന ആ ശാന്തത ദിവസം മുഴുവൻ ഒരു കവചം പോലെ നിങ്ങളെ സംരക്ഷിക്കും. എന്തിനാണ് നാം എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എന്തെല്ലാം മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറത്തുള്ള ലോകത്തായതുകൊണ്ട് ഉള്ളിലെ ലോകം നമ്മൾ മറന്നുപോയി. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ എനർജി മാറാൻ തുടങ്ങും. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക. സ്വന്തം ചിന്തകളെ വിലമതിക്കുക. ഓരോ മനുഷ്യനും അതുല്യമാണ്. മറ്റൊരാളാകാൻ ശ്രമിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം കണ്ടെത്താനാകൂ. ഈ ആദ്യത്തെ മാറ്റം, അതായത് നമ്മുടെ ശ്രദ്ധയെ പുറം ലോകത്തു നിന്നും ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു തുടക്കം മാത്രമാണ്. ഫോണിന്റെ സ്ക്രീനിൽ നിന്നും കണ്ണെടുത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ജീവനുള്ള മനുഷ്യരെയും പ്രകൃതിയെയും നോക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മരവിപ്പ് പതുക്കെ അലിഞ്ഞു തുടങ്ങും. നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾ, ഇവയെല്ലാം നിങ്ങളുടെ എനർജിയെ സ്വാധീനിക്കുന്നുണ്ട്. നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളുകളുടെ കൂടെ കുറച്ചുനേരം ചിലവഴിച്ചാൽ നിങ്ങൾക്കെന്തു തോന്നും? വലിയൊരു ഭാരം തലയിൽ വെച്ചതുപോലെ തോന്നും. കാരണം ഊർജമെന്നത് പകരുന്ന ഒന്നാണ്. നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മനസ്സൊരു വലിയ പൂന്തോട്ടമാണ്. അതിലെന്ത് വിത്താണ് പാകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. വിഷച്ചെടികളുടെ വിത്ത് പാകിയാൽ അത് വളർന്ന് പൂന്തോട്ടം മുഴുവൻ നശിപ്പിക്കും. മറിച്ച് മനോഹരമായ പൂക്കളുടെ വിത്തുകൾ പാകിയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സുഗന്ധപൂരിതമാക്കും. അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ എന്തിലേക്ക് നൽകണം എന്നത് വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട ഊർജം പാഴാക്കാതിരിക്കുക. നിങ്ങൾക്കായി ജീവിക്കാൻ തുടങ്ങുക. ഈയൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചുപോയാൽ തന്നെ നിങ്ങളുടെ മടുപ്പിന്റെ പാതിയുമില്ലാതാകും. പലപ്പോഴും ഈ മടുപ്പൊരു സംരക്ഷണ കവചം കൂടിയാണ്. ജീവിതത്തിൽ നിരന്തരം പരാജയങ്ങൾ നേരിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ മനസ്സ് സ്വയം നിർമ്മിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണിത്. ഇനി ഒന്നിനും ശ്രമിക്കേണ്ട, ശ്രമിച്ചാൽ വീണ്ടും വേദനിക്കേണ്ടി വരും എന്ന് മനസ്സ് നമ്മെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ആ സങ്കല്പിക സുരക്ഷിതത്വത്തിനുള്ളിൽ ചുരുണ്ടുകൂടുന്നു. വേദനകളിൽ നിന്നും രക്ഷപ്പെടാൻ നാം കണ്ടെത്തുന്ന ഈ ഒളികേന്ദ്രം പിന്നീട് നമുക്കൊരു ജയിലായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ജയിലിന്റെ താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെയാണുള്ളത്. പക്ഷേ അതുപയോഗിച്ച് പുറത്തു കടക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ മറന്നുപോയിരിക്കുന്നു. ഈ മടുപ്പ് നിങ്ങളുടെ ശത്രുവല്ല, അതൊരു സൂചനയാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ വഴി തെറ്റാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന്. ആ ശബ്ദം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിനെ അവഗണിച്ച് വീണ്ടും പഴയതുപോലെ മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ വലിയ ശൂന്യതയിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാണ്. ഓരോ നിമിഷവും നിങ്ങൾക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ഈ മടുപ്പിന് കീഴടങ്ങി ഒന്നും ചെയ്യാതെ ആ ഇരുട്ടിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ശരി ഒരു ചെറിയ ചുവട് മുന്നോട്ട് വയ്ക്കാം. ആ ആദ്യത്തെ ചുവടാണ് എപ്പോഴും ഏറ്റവും കഠിനമായത്. അത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള യാത്ര എളുപ്പമായിരിക്കും. നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തിയത് ഒറ്റയടിക്കല്ല, ഒരുപാട് ദിവസങ്ങളുടെ ശീലങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ആ ഊർജം തിരികെ കൊണ്ടുവരുന്നതും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. അതിന് സമയമെടുക്കും, ക്ഷമ വേണം. എന്നാൽ ആ യാത്രയുടെ ഓരോ പടിയിലും നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതിനെ മൂടി നിൽക്കുന്ന ചാരത്തെ വകഞ്ഞുമാറ്റുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ചെറിയ കാറ്റുമതി ആ കനലുകളെ വീണ്ടും ആളിക്കത്തിക്കാൻ. ആ കാറ്റായി മാറാൻ നിങ്ങളുടെ ഒരു ചെറിയ തീരുമാനത്തിന് കഴിയും. ഈ മടുപ്പിന്റെ പുതപ്പ് വലിച്ചെറിഞ്ഞ് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക് കണ്ണു തുറക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ആദ്യത്തെ പടി വിജയകരമായി പൂർത്തിയാകുകയാണ്. നമ്മുടെ ഊർജം ചോർന്നുപോകുന്ന ദ്വാരങ്ങൾ അടയ്ക്കുക എന്നതാണ് ആദ്യത്തെ പടിയെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്നാൽ ആ ചോർച്ച അടച്ചതുകൊണ്ട് മാത്രം ശൂന്യമായ ആ പാത്രം നിറയണമെന്നില്ല. അതിലേക്ക് പുതിയ ഊർജം നിറയ്ക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നത്. വളരെ ലളിതമായ പ്രകൃതിയുടെ ഒരു നിയമമാണത്. കാട്ടിലൂടെ ഒഴുകുന്ന ഒരു അരുവിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഒഴുകുന്ന വെള്ളത്തിന് എപ്പോഴും ഒരു പ്രത്യേക തെളിമുണ്ടാകും. അത് ജീവന്റെ തുടിപ്പുള്ളതാണ്, ദാഹിക്കുന്നവർക്ക് ജീവൻ നൽകുന്നതാണ്. എന്നാൽ ഒരിടത്ത് അനങ്ങാതെ കെട്ടിക്കിടക്കുന്ന വെള്ളമോ? അതിൽ പായൽ പിടിക്കുന്നു, ദുർഗന്ധം വമിക്കുന്നു,
അത് സാവധാനം മൃതമായിത്തീരുന്നു. മനുഷ്യന്റെ ശരീരവും മനസ്സും കൃത്യമായി ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിശ്ചലതയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ദിവസങ്ങളോളം ഒരേ മുറിയിൽ, ഒരേ കട്ടിലിൽ, ഒരേ ചിന്തകളിൽ നാം നമ്മെത്തന്നെ തളർച്ചിടുമ്പോൾ ആ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നമ്മുടെ ഉള്ളിലെ ജീവനും മലിനമാകാൻ തുടങ്ങും. ഒരുതരം പൂപ്പൽ നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും മൂടിക്കളയുന്നു. എഴുന്നേറ്റ് നടക്കാനോ ഒന്ന് പുറത്തിറങ്ങാനോ പോലും തോന്നാത്ത ആ അവസ്ഥ യഥാർത്ഥത്തിൽ ശരീരം തളരുന്നതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ജീവന്റെ ഒഴുക്ക് നിലച്ചുപോയതുകൊണ്ടാണ്. ഈ ഒഴുക്ക് വീണ്ടും തുടങ്ങുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. നമ്മളിൽ പലരും വിശ്വസിച്ചു വെച്ചിരിക്കുന്ന വളരെ വലിയ ഒരു നുണയുണ്ട്. എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു ഊർജം വന്നിട്ട് അത് ചെയ്യാം എന്ന ചിന്ത. എനിക്കിപ്പോൾ ഒരു ഉന്മേഷവുമില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് നാം പറയും. എന്നാൽ പ്രകൃതിയുടെ നിയമം നേരെ തിരിച്ചാണ്. ഊർജം വന്നിട്ട് പ്രവർത്തിക്കുകയല്ല വേണ്ടത്, മറിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഊർജം ഉണ്ടാകുന്നത്. ഭൗതിക ശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന നിയമം പോലുമുണ്ട്. നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തു എപ്പോഴും നിശ്ചലമായി തുടരാൻ ആഗ്രഹിക്കുന്നു. ചലിക്കുന്ന ഒരു വസ്തു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരവും ഈ നിയമത്തിൽ നിന്നും വ്യത്യസ്തമല്ല. നിങ്ങളൊന്നും ചെയ്യാതെ എത്രത്തോളം ഇരിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ മടി നിങ്ങളെ പിടികൂടും. ആ മടുപ്പിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കൂപ്പുകുത്തും. ഇതിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾ ഒറ്റയടിക്കൊരു വലിയ വിപ്ലവമൊന്നും സൃഷ്ടിക്കേണ്ടതില്ല. വളരെ ചെറിയ, തീരെ നിസ്സാരമെന്ന് തോന്നുന്ന എന്നാൽ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ കിടപ്പുമുറി വളരെ അലങ്കോലമായി കിടക്കുകയാണെന്ന് കരുതുക. അത് മുഴുവൻ ഒതുക്കിവെക്കണമെന്ന വലിയ ചിന്ത നിങ്ങളെ വീണ്ടും തളർത്തിയേക്കാം. ആ വലിയ മലയിലേക്ക് നോക്കാതെ നിങ്ങളുടെ മുന്നിലുള്ള ഒരൊറ്റ കല്ലിലേക്ക് മാത്രം നോക്കുക. കിടക്കയിലെ വിരിപ്പ് കൃത്യമായി മടക്കി വയ്ക്കുക എന്ന ഒറ്റ കാര്യം മാത്രം ചെയ്യുക. ആ ഒരു ചെറിയ പ്രവൃത്തി, ആ ഒരു ചലനം നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഞാനൊരു കാര്യം ചെയ്തു തീർത്തു എന്ന തോന്നൽ, ഒരു ചെറിയ വിജയം നേടിയെന്ന ആത്മവിശ്വാസം, അടുത്ത കാര്യം ചെയ്യാനുള്ള ചെറിയ ഒരു ഊർജം നിങ്ങൾക്ക് നൽകുന്നു. ഈ ചെറിയ ചുവടുകളുടെ ഒരു തുടർച്ചയാണ് നിങ്ങളെ മടുപ്പിന്റെ ആ വലിയ കിടങ്ങിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നത്. ശാരീരികമായ ചലനവും മാനസികമായ ഉന്മേഷവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നിങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിരാശയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഘടന ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തോൾ കുനിഞ്ഞ്, തല താഴ്ത്തി, ശ്വാസോച്ഛ്വാസം വളരെ ദുർബലമായിട്ടായിരിക്കും നമ്മളിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ലഭിക്കുന്ന സന്ദേശം നാം പരാജയപ്പെട്ടിരിക്കുന്നു, നാം തളർന്നിരിക്കുന്നു എന്നാണ്. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് നിവർന്നിരുന്ന് തോളുകൾ വിരിച്ച് ആഴത്തിൽ കുറച്ചുനേരം ശ്വാസമെടുത്തു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിലുടനീളം പുതിയൊരു ഊർജം പ്രവഹിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അനുഭവിച്ചറിയാം. അത് വെറുമൊരു തോന്നലല്ല, ശാസ്ത്രമാണ്. ശരീരം ചലിക്കുമ്പോൾ, മാംസപേശികൾ സജീവമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കെട്ടിക്കിടക്കുന്ന ആ പഴയ ഊർജം ഉണരാൻ തുടങ്ങും. ദിവസവും കുറച്ചുനേരം വെറുതെ ഒന്ന് നടക്കാൻ പോകുക. മൊബൈൽ ഫോണും ഇയർഫോണും ഒന്നുമില്ലാതെ വെറുതെ പ്രകൃതിയിലേക്കിറങ്ങി നടക്കുക. കാലുകൾ മണ്ണിൽ സ്പർശിക്കുമ്പോൾ, മുഖത്ത് തണുത്ത കാറ്റേൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടുപിടിച്ച മുറികളിലേക്ക് പുതിയ വെളിച്ചം കടന്നുവരും. ഒരു ചെടിക്ക് സൂര്യപ്രകാശവും വെള്ളവും എത്രമാത്രം ആവശ്യമാണോ അത്രത്തോളം തന്നെ മനുഷ്യന് പ്രകൃതിയുമായുള്ള സമ്പർക്കവും ആവശ്യമാണ്. ആ സമ്പർക്കം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഈ ആധുനിക കാലത്താണ് നാം വാടിപ്പോകുന്നത്. നിങ്ങളുടെ ശരീരത്തെ ആ വലിയ ചുമരുകൾക്കുള്ളിൽ നിന്നും മോചിപ്പിക്കുക. അത് നിങ്ങളുടെ മനസ്സിനെയും സ്വതന്ത്രമാക്കും. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ നിരന്തരമായ മടുപ്പിനു പിന്നിൽ പലപ്പോഴും ഒളിഞ്ഞുകിടക്കുന്നത് ഒരുതരം ഭയമാണ്. എല്ലാം കൃത്യമായി ഏറ്റവും മികച്ചതായി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ചെയ്യണം എന്ന ചിന്ത. ഇത് പുറമേ കേൾക്കുമ്പോൾ പൂർണ്ണതയോടുള്ള ആഗ്രഹമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് നമ്മളെ തളർത്തിയിടുന്ന അദൃശ്യമായ ഒരു ചങ്ങലയാണ്. എനിക്ക് പരാജയപ്പെടാൻ ഭയമാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഭയം, അതുകൊണ്ട് ഞാൻ ഒന്നിനും ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം എന്ന് മനസ്സ് സ്വയം ഒരു കവചം തീർക്കുന്നു. ഒന്നും ചെയ്തില്ലെങ്കിൽ തെറ്റ് പറ്റില്ലല്ലോ എന്ന് നാം ആശ്വസിക്കുന്നു. ഈ ഒളിച്ചോട്ടമാണ് നിങ്ങളെ ആ കട്ടിലിൽ, ആ മുറിയുടെ മൂലയിൽ ഒരു മാറ്റമില്ലാതെ തളർത്തിയിടുന്നത്. എന്നാൽ മനസ്സിലാക്കുക, പരാജയപ്പെടുന്നതിനേക്കാൾ വലിയ ദുരന്തമാണ് ഒന്നിനും ശ്രമിക്കാതിരിക്കുന്നത്. തെറ്റുകൾ സംഭവിക്കാം, കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ലെന്ന് വരാം. അതെല്ലാം തികച്ചും സ്വാഭാവികമാണ്. ജീവനുണ്ട്, നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് തെറ്റുകൾ പറ്റുന്നത്. ഒന്നും ചെയ്യാതെ വെറുതെ ശ്വാസമെടുത്ത് സുരക്ഷിതമായി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും മികച്ച ചിത്രമാകണമെന്നില്ല. വെറുതെ കുറച്ച് നിറങ്ങൾ പേപ്പറിൽ വാരിത്തേക്കുക. നിങ്ങൾ പാടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും വെറുതെ ഉറക്കെ പാടുക. ആ പ്രവൃത്തിയുടെ ഫലമെന്താണ് എന്നതിലല്ല കാര്യം,
ആ പ്രവൃത്തിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ആവിഷ്കാരമാണ് ജീവന്റെ ഭാഷ. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ മടുപ്പിന് അവിടെ സ്ഥാനമില്ലാതാകും. മുതിർന്നവരാകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ശീലങ്ങളിലൊന്നാണ് നമ്മുടെ വികാരങ്ങളെ അടിച്ചമർത്തുക എന്നത്. സങ്കടം വന്നാൽ കരയാൻ പാടില്ല, ദേഷ്യം വന്നാൽ പ്രകടിപ്പിക്കാൻ പാടില്ല, എപ്പോഴും ഒരു കൃത്രിമമായ ചിരി മുഖത്ത് നിലനിർത്തണം എന്ന് സമൂഹം നമ്മെ നിരന്തരം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഉള്ളിൽ നിറയുന്ന വികാരങ്ങൾ എങ്ങോട്ടും പോകാൻ കഴിയാതെ കെട്ടിക്കിടക്കുമ്പോഴാണ് അത് നമ്മെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന, ഒന്നും ചെയ്യാൻ തോന്നാത്ത മടുപ്പായി രൂപാന്തരപ്പെടുന്നത്. ഈ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളാണ് നിങ്ങളുടെ ഊർജ്ജത്തെ ഇല്ലാതാക്കുന്ന പ്രധാന വില്ലന്മാരിലൊരാൾ. അതുകൊണ്ട് നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ അത് കരഞ്ഞു തീർക്കുക. ആരോടെങ്കിലും സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുക. നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ കുട്ടിയെ വീണ്ടും പുറത്തു കൊണ്ടുവരിക. ഒരു കൊച്ചുകുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വീഴുന്നു, കരയുന്നു, അടുത്ത നിമിഷം എല്ലാം മറന്ന് വീണ്ടും ചിരിച്ചോടുന്നു. അവരിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന മടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ജീവിതത്തെ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൽ സ്വീകരിക്കുകയാണ്. നാമും ആ കുട്ടികളെ പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വികാരങ്ങളെ മറച്ചുവെച്ച് നാം സ്വയം ഒരു യന്ത്രമായി മാറാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിക്ക് വീണ്ടും ഓടാനും ചാടാനും ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നൽകുക. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സത്യങ്ങളെ, നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങളെ അംഗീകരിക്കാനും സ്വീകരിക്കാനും തുടങ്ങുന്നത്, അപ്പോൾ നിങ്ങളുടെ തളർച്ച മാഞ്ഞു തുടങ്ങും. ഒരു വലിയ മതിൽ തകർന്നു വീഴുന്നതുപോലെ ആ മടുപ്പിൻ്റെ കോട്ടകൾ തകർന്ന് നിങ്ങളുടെ ജീവന്റെ നദി വീണ്ടും പഴയ ശക്തിയോടെ ഒഴുകാൻ തുടങ്ങും. ആ ഒഴുക്കിൻ്റെ സൗന്ദര്യം നിങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ ആ പഴയ ഇരുട്ടിലേക്ക് തിരികെ പോകാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മുടെ ഊർജം ചോർന്നുപോകുന്ന ദ്വാരങ്ങൾ അടച്ചു. നിശ്ചലമായിരുന്ന ശരീരത്തെയും മനസ്സിനെയും നമ്മൾ വീണ്ടും ചലിപ്പിച്ചു തുടങ്ങി. എന്നാൽ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ആ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നാം കടക്കുന്നത്. ഒരു കപ്പൽ എത്ര മികച്ചതാണെങ്കിലും, അതിൻ്റെ എഞ്ചിൻ എത്ര കരുത്തുറ്റതാണെങ്കിലും, അതിനൊരു ലക്ഷ്യസ്ഥാനമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് വെറുതെ കടലിലൂടെ അലഞ്ഞുതിരിയും. കാറ്റും കോളും അതിനെ എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകും. അവസാനം അത് ഏതെങ്കിലും പാറയിലിടിച്ചു തകരുകയോ അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്ത ആ യാത്രയിൽ സ്വയം ജീർണിക്കുകയോ ചെയ്യും. ഇതേ അവസ്ഥയിലാണ് നമ്മളിൽ പലരും ജീവിച്ചു തീർക്കുന്നത്. എന്തിനാണ് ഞാൻ ഓരോ ദിവസവും രാവിലെ ഉണരുന്നത് എന്നതിന് വ്യക്തമായ ഒരു ഉത്തരം നമ്മുടെ പക്കലില്ല. ജനിച്ചുപോയി, അതുകൊണ്ട് ജീവിക്കുന്നു എന്ന വെറുമൊരു ശീലമായി ജീവിതം മാറുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആ വലിയ ശൂന്യത ജനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആന്തരികമായ ഊർജത്തെ എന്നേക്കുമായി ഉണർത്താൻ നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ഇതാണ്. നിങ്ങളെ ഓരോ പ്രഭാതത്തിലും ഉണർത്താൻ തക്കവണ്ണം ശക്തിയുള്ള, നിങ്ങളുടെ ഉള്ളിൽ തീ പകരുന്ന ഒരു കാരണം അഥവാ ഒരു ലക്ഷ്യം കണ്ടെത്തുക, ഒരർത്ഥം കണ്ടെത്തുക. പലരും വിചാരിക്കുന്നത് ലക്ഷ്യമെന്ന് പറയുന്നത് ലോകം കീഴടക്കുക, വലിയ കോടീശ്വരനാവുക, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം നേടുക എന്നൊക്കെയുള്ള അതിഗംഭീരമായ കാര്യങ്ങളാണെന്നാണ്. ഈ തെറ്റായ ധാരണയാണ് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നതും മടുപ്പിക്കുന്നതും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നത് വളരെ ലളിതമായ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് അങ്ങേയറ്റം സന്തോഷം തരുന്ന എന്തുമാവാം. ഒരുപക്ഷെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടികൾ നട്ടുവളർത്തി അതിൽ വിരിയുന്ന പൂക്കൾ കണ്ട് ആസ്വദിക്കുന്നതാകാം നിങ്ങളുടെ സന്തോഷം. അല്ലെങ്കിൽ പുതിയതായി ഒരു ഭാഷ പഠിക്കുന്നതോ ഒരു വാദ്യോപകരണം വായിക്കാൻ തുടങ്ങുന്നതോ ആകാം. അതുമല്ലെങ്കിൽ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി യാതൊരു തടസ്സങ്ങളുമില്ലാതെ കുറച്ചുനേരം സംസാരിക്കുന്നതാകാം. നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ആ ചെറിയ കാര്യം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ആ ചെറിയ കാര്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന സംതൃപ്തിയുണ്ടല്ലോ, അത് മറ്റേതൊരു വലിയ നേട്ടത്തെക്കാളും നിങ്ങളുടെ ഉള്ളിൽ പുതിയ ഊർജം നിറയ്ക്കും. ഒരു ശില്പി തൻ്റെ മുന്നിലിരിക്കുന്ന കല്ലിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങൾ കൊത്തിമാറ്റി അതിമനോഹരമായൊരു രൂപം സൃഷ്ടിക്കുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അനാവശ്യമായ ചിന്തകളെയും ആശങ്കകളെയും കൊത്തിമാറ്റി നിങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ സമയം നിക്ഷേപിക്കുക. അപ്പോൾ ജീവിതം മടുപ്പിക്കുന്ന ഒരു ഭാരമല്ലാതാവുകയും മറിച്ച് ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു വലിയ ഉത്സവമായി മാറുകയും ചെയ്യും. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്കെന്ത് ലഭിക്കും, ലോകം എനിക്കെന്ത് നൽകും എന്നാണ്. ഈ നിരന്തരമായ സ്വാർത്ഥതയാണ് നമ്മെ പലപ്പോഴും വിഷാദത്തിലേക്കും ഏകാന്തതയിലേക്കും നയിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയൊന്ന് മാറ്റിനോക്കൂ. എനിക്ക് ചുറ്റുമുള്ള ലോകത്തിന് എനിക്കെന്ത് നൽകാൻ കഴിയും എന്ന് ചിന്തിച്ചു തുടങ്ങുക. അത് പണമോ വലിയ സഹായങ്ങളോ ആകണമെന്നില്ല. വഴിയിൽ കാണുന്ന ഒരു അപരിചിതന് നൽകുന്ന ഒരു പുഞ്ചിരി, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെ ചേർത്ത് പിടിച്ച് കേൾക്കാനുള്ള സന്മനസ്, അല്ലെങ്കിൽ തെരുവിൽ അലയുന്ന ഒരു മിണ്ടാപ്രാണിക്ക് നൽകുന്ന ഒരു പിടി ഭക്ഷണം.
നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രകാശം പരത്തുമ്പോൾ അതിൻ്റെ ഇരട്ടി പ്രകാശം നിങ്ങളുടെ സ്വന്തം ഉള്ളിലാണ് തെളിയുന്നത്. കൊടുക്കുന്നതിലാണ്, പങ്കുവയ്ക്കുന്നതിലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഊർജം കുടികൊള്ളുന്നത്. നിങ്ങളെക്കൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് തിരിച്ചറിയുന്ന നിമിഷം ആ പഴയ മടുപ്പും നിരാശയും നിങ്ങളെ വിട്ടകലും. നിങ്ങളൊരു വലിയ ശൃംഖലയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കണ്ണികയാണെന്ന തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. മറ്റുള്ളവരുടെ കണ്ണുകളിലെ സന്തോഷത്തിന് കാരണമാകുന്നത് നിങ്ങളാണെന്ന് കാണുമ്പോൾ അതിൽ കൂടുതൽ എന്ത് ജീവനാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതുവരെ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ സങ്കടപ്പെടരുത്. ഇന്നലകളിൽ സംഭവിച്ച പരാജയങ്ങൾ, നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ, ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ, ഇതെല്ലാം ഓർത്ത് സ്വയം പഴിക്കുന്ന ആ പഴയ ശീലം ഇന്നത്തോടെ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ഭൂതകാലം വെറുമൊരു വിദ്യാലയം മാത്രമായിരുന്നു. അതൊരു ജയിലല്ല. അവിടെ നിന്നും പഠിക്കാനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക. എന്നിട്ട് ആ ഓർമ്മകളുടെ ഭാരമെല്ലാം താഴെ വെച്ച് സ്വതന്ത്രനായി നടക്കാൻ തുടങ്ങുക. നിങ്ങൾ ഒരിക്കലും ഒരു പരാജയമല്ല. നിങ്ങൾക്കനുഭവപ്പെട്ട ആ മടുപ്പും ശൂന്യതയും ഒന്നും ഒരവസാനമല്ല. അതൊരു വലിയ പരിവർത്തനത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. ഒരു കാറ്റർപില്ലർ അതിമനോഹരമായൊരു ശലഭമായി മാറുന്നതിന് മുൻപ് ഇരുട്ട് നിറഞ്ഞ ഒരു കൊക്കൂണിനുള്ളിൽ ദിവസങ്ങളോളം അനങ്ങാതെ കിടക്കാറുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് മരിച്ചതുപോലെ തോന്നും. എന്നാൽ ആ ഇരുട്ടിലാണ്, ആ നിശ്ചലതയിലാണ് അതിൻ്റെ പുതിയ ചിറകുകൾ രൂപപ്പെടുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഇരുണ്ട കാലഘട്ടം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പുതിയ ചിറകുകൾക്ക് കരുത്തു പകരുന്ന സമയമായിരുന്നു. ആ സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ആ ഇരുണ്ട തോട് പൊട്ടിച്ചു പുറത്തുവരാനും നിങ്ങളുടെ വർണ്ണാഭമായ ചിറകുകൾ വിരിച്ച് അനന്തമായ ആകാശത്തേക്ക് പറന്നുയരാനുമുള്ള സമയമാണിത്. ഇനി ഓരോ ദിവസവും കണ്ണു തുറക്കുമ്പോൾ പുതിയൊരു മനുഷ്യനായി ജനിക്കുകയാണെന്ന് വിശ്വസിക്കുക. ഭൂതകാലത്തിൻ്റെ നിഴലുകൾക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ നശിപ്പിക്കാൻ യാതൊരു അധികാരവുമില്ല. നിങ്ങളുടെ ഹൃദയമിടിപ്പൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ താളം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ സമയം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നാണ്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാനുണ്ട്. ഒരുപാട് പേരെ സ്നേഹിക്കാനുണ്ട്. ലോകം അതിവിശാലമാണ്. അത് നിങ്ങൾക്ക് മുന്നിൽ അനന്തമായ സാധ്യതകളുമായി കാത്തിരിക്കുകയാണ്. ഈ മടുപ്പിൻ്റെ പുതപ്പ് എന്നേക്കുമായി വലിച്ചെറിയുക. എഴുന്നേൽക്കുക. കണ്ണു തുറന്ന് ആ വെളിച്ചത്തെ സ്വീകരിക്കുക. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കഴിവുള്ളവനാണ്, ശക്തനാണ് നിങ്ങൾ. മാറ്റം എപ്പോഴും ആരംഭിക്കുന്നത് ഒരു തീരുമാനത്തിൽ നിന്നാണ്. ആ തീരുമാനം നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ തന്നെ തിരികെ എടുക്കുക. അത് ആർക്കും വിട്ടുകൊടുക്കാതിരിക്കുക. നാളകൾ നിങ്ങളുടേതാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തിരി തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിതിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയ ഊർജം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ മാത്രം സ്വന്തമാക്കി വയ്ക്കാതെ ചുറ്റുമുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ തന്നെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന, ഒരു ചെറിയ കൈത്താങ്ങിനായി ആഗ്രഹിക്കുന്ന മറ്റാർക്കെങ്കിലും ഇതൊരു വലിയ വെളിച്ചമായി മാറിയേക്കാം. അങ്ങനെയുള്ളവരിലേക്ക് ഈ വാക്കുകൾ എത്തുവാൻ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ജീവിതത്തിന് പുതിയ അർത്ഥങ്ങളും ഊർജവും നൽകുന്ന ഒരുപാട് ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്കായും കമൻ്റായും രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. ഓർക്കുക, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാണ്. അത് ജീവിച്ചു തന്നെ തീർക്കാനുള്ളതാണ്. നല്ലൊരു നാളേക്കായി, പുതിയൊരു തുടക്കത്തിനായി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. സ്നേഹത്തോടെ മുന്നോട്ട് നടക്കുക.